ഹായ് അലീന. ഹായ്. അലീന എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അതെ. അപ്പൊ ഈ സക്സസ്ഫുൾ ബിസിനസ്സുകൾ എന്തിനാ ആൾക്കാർ സെല് ചെയ്യണം? നോർമലി ലോസിലൊക്കെ വരുമ്പോഴല്ലേ ബിസിനസ് സെല് ചെയ്യുന്നത്. അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. യു കെയിൽ നമ്മൾ ഒരുപാട് റീസൺ കൊണ്ട് ആൾക്കാർ അവിടെ എക്സിസ്റ്റിംഗ് ആൻഡ് സക്സസ്ഫുൾ ബിസിനസ് സെല് ചെയ്യാറുണ്ട്. യു കെയിലെ എക്സിസ്റ്റിംഗ് ബിസിനസ്സുകളോ സക്സസ്ഫുൾ ബിസിനസ്സുകൾ സെല് ചെയ്യാനുള്ള മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ റിട്ടയർമെന്റ് സെയിൽ. അപ്പം അവർക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സക്സസ്ഫുൾ ബിസിനസ്സുകൾ അവർ സെല് ചെയ്യാറുണ്ട്. ദെൻ അതർ റീസൺസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ബിസിനസ് പാർട്ണർ ഉണ്ട്, ബിസിനസ് പാർട്ണറായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അവർ അവരുടെ പ്രീവിയസ് ബിസിനസ് സെല് ചെയ്യാറുണ്ട്. അതും കൂടാണ്ട് മൾട്ടിപ്പിൾ ബിസിനസ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഒരു ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി അവരുടെ ബിസിനസ്സുകൾ അവർ സെല് ചെയ്യാറുണ്ട്. അതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ബോറടിച്ച് സംതിങ് ന്യൂ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ആവശ്യതയ്ക്കും പല ആൾക്കാരും അവരുടെ ബിസിനസ്സുകൾ സെല് ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ റീസണും കൊണ്ട് യു കെയിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പം ഇതുപോലുള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബിസിനസ്സിന് ഓൾറെഡി ഇനീഷ്യൽ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകും, ഒരു സ്ട്രോങ് കസ്റ്റമർ ബേസും റെപ്യൂട്ടേഷനും ഉണ്ടാകും. അപ്പോൾ പ്രീവിയസ്ലി ഒരു ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ റിസ്കിനെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ച് വറീഡ് ആവുന്ന ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്.